നികുതി വിഹിതം നിർണ്ണയിക്കാൻ 2011 സെൻസസ് അടിസ്ഥാനമാക്കുന്നതിനെ കേരളം എതിർത്തുവെന്ന് ധനകാര്യ കമ്മീഷൻ ഡോക്ടർ അരവിന്ദ് പനഗാരിയ. സാമൂഹികവും സാമ്പത്തികവുമായ വികസനങ്ങളെക്കുറിച്ച് സർക്കാരുമായി സംസാരിച്ചു. കേരളം കൂടുതൽ തുക ആവശ്യപ്പെട്ടത് ദുരന്ത നിവാരണത്തിനെന്നും ധനകാര്യ കമ്മീഷൻ. Okay, this presentation informed the Commission about the various developments in the both social and economic sphere within the state of Kerala. And then that was followed by discussions on how the local bodies have evolved in Kerala, then also how what the critical issues for Kerala are in the area of disaster relief. And then followed by a discussion of the finances of the Kerala government. Based on all that background, then the state government also gave what it would like the Finance Commission to do. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഉമേഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. സർക്കാരിന്റെ ആവശ്യങ്ങളോടുള്ള കമ്മീഷന്റെ പ്രതികരണം എന്താണ്? ആവശ്യത്തോടുള്ള കൃത്യമായ പ്രതികരണം ധനകാര്യ കമ്മീഷൻ ഇപ്പോഴും നടത്തിയിട്ടില്ല. നിലവിൽ സർക്കാരിനെ കേൾക്കുക എന്നുള്ള ദൗത്യത്തോടു കൂടിയാണ് ധനകാര്യ കമ്മീഷൻ കേരളത്തിലേക്ക് എത്തിയത്. അതിൽ വിവിധ ഘട്ടങ്ങളിലെ സിറ്റിങ്ങുകളും സന്ദർശനങ്ങൾക്കും ശേഷമാണ് ഇന്നിപ്പോൾ ധനകാര്യ മന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കാണുകയും പ്രതിപക്ഷ നേതാവിനെയും മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും കാണുകയും ചെയ്തത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെതായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. അതിൽ ഏറ്റവും സുപ്രധാനം ഡിവിസിബിൾ പൂളിൽ കേരളത്തിന് അനുവദിച്ചിരുന്ന സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന 41% എന്നുള്ളത് 50% ഉയർത്തണം. കൂടാതെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പ്രത്യേക ഗ്രാൻഡ് അനുവദിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. 13,922 കോടി രൂപയുടെ ഗ്രാൻഡ് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അനുവദിക്കണം. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഉരുൾപൊട്ടൽ, അതിതീവ്ര മഴ, ഒപ്പം തീരദേശത്തുണ്ടാകുന്ന തീരശോഷണം, ഈ 3 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് 13,922 കോടി രൂപ അനുവദിക്കണം എന്നുള്ള ആവശ്യമാണ് കേരളം മുന്നോട്ട് വെച്ചത്. അതുകൂടാതെ നിലവിൽ കേരളത്തിൽ ജനസംഖ്യ ആനുപാതികമായി കേരളത്തിന് ഫണ്ട് അനുവദിക്കുക എന്നുള്ള നയം മാറ്റണം. കാരണം കേരളം ജനസംഖ്യാ നിയന്ത്രണം വളരെ വിജയകരമായി നടപ്പാക്കിയ ഒരു സംസ്ഥാനമാണ്. അതിന് കേരളത്തെ പഴിക്കുന്ന നിലപാട്, അല്ലെങ്കിൽ കേരളത്തിന് അതിന് ശിക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ കേന്ദ്രം സ്വീകരിക്കുന്നത്. അത് അംഗീകരിക്കാനാവില്ല. 2011 സെൻസസ് വെച്ച് ഇത്തരത്തിൽ ധനസഹായം തീരുമാനിക്കുന്ന രീതി, നികുതി വിഹിതം തീരുമാനിക്കുന്ന രീതിയിലേക്ക് പോയാൽ അതിൽ കേരളത്തിന് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ അധിക ആയുർദൈർഘ്യമുണ്ട്. കേരളം കൃത്യമായി ജനസംഖ്യ വർധനവ്, അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ, അല്ലെങ്കിൽ അത് കൃത്യമായി ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനുള്ള നിയന്ത്രണം കൃത്യമായി നടപ്പാക്കിയ നാടാണ് എന്നും കേരളം വാദിച്ചു. എന്തായാലും കേരളം പറയേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി പറയുകയും ചെയ്തു. പ്രതിപക്ഷവും സമാനമായി കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്ക് അതേ രീതിയിലുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഒരു കാര്യം മാത്രമാണ് അതിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ധനസഹായം അനുവദിക്കുന്നതിന് ഒരു സ്ലാബ് നിശ്ചയിക്കണം. വിവിധ ദുരന്തങ്ങൾക്ക് അത് ഇപ്പോൾ നിലവിലില്ല. എന്നാൽ ഇനി അത് നിശ്ചയിക്കണം. അത് നിശ്ചയിച്ച് വേണം ദുരന്ത നിവാരണ ഫണ്ടുകൾ വിവിധ സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കാൻ എന്നുള്ള നിർദ്ദേശവും കൂടി പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ കേട്ടു. ഇനി ഇത് വിവിധ ചർച്ചകളുടെ ഘട്ടങ്ങൾക്ക് ശേഷം കേന്ദ്ര സർക്കാരാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇനി കേന്ദ്രത്തിന് സമർപ്പിക്കണം. സമർപ്പിച്ച ശേഷം വിവിധ ഘട്ടങ്ങൾക്ക് ശേഷം 2026 ഏപ്രിൽ മുതൽ നടപ്പാക്കേണ്ട നികുതി ഘടനയാണ് ഇപ്പോൾ കമ്മീഷൻ, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് കമ്മീഷൻ കേട്ടത്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.